യാത്രക്കാരുടെ യാത്രാസങ്കല്പങ്ങൾ കാലങ്ങൾക്കനുസരിച്ച് മാറുകയാണ്. അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഐഷർ സ്റ്റാർ ലൈൻ അവതരിപ്പിക്കുന്നത്. തുടക്കകാലഘട്ടത്തിൽ സ്റ്റാഫ് ബസ്സും സ്കൂൾ ബസ്സായിട്ടാണ് കൂടുതലായി സ്റ്റാർ ലൈൻ ഉപയോഗിച്ചിരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രിയിൽ കൂടുതലായി സ്റ്റാർ ലൈൻ ഉപയോഗിച്ചു തുടങ്ങിയത്. ഏകദേശം 2017 ആരംഭത്തോടു കൂടി സ്റ്റാർ ലൈൻ എന്ന മോഡൽ ഫുള്ളി ബിൽഡ് ഓപ്ഷനിലും ഷാസി ഓപ്ഷനിലും ലഭ്യമാണ്. ടൂറിസ്റ്റ് ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് രൂപമാറ്റം വരുത്തിയ പയനീർ ഹോളിഡേയ്സിൻ്റെ സ്റ്റാർ ലൈനെയാണ് ഇന്ന് നിങ്ങളുടെ പയനീർ എന്ന വാക്കിൻ്റെ അർത്ഥം വഴിയൊരുക്കുന്നവൻ എന്നാണ്. അപ്പോൾ ഒരു ട്രാവൽസ് അല്ലെങ്കിൽ ഒരു ഹോളിഡേയ്സിന് ഇടാൻ പറ്റുന്നതിൽ വെച്ച് മികച്ച ഒരു പേര് തന്നെയാണ് പയനീർ. 2018 തിരുവനന്തപുരത്തുള്ള സ്പടികം ഹോളിഡേയ്സാണ് ആദ്യമായി മിനി ബസ്സുകളിൽ Z1 എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ഈ രൂപത്തെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് Z1ൻ്റെ ഫ്രണ്ട് കൗളാണ്. അപ്പോൾ ഈ ഒരു കൗളായാലും ശരി, ഫ്രണ്ടിൽ നിന്നുള്ള അപ്പിയറൻസ് ഒക്കെ പെർഫെക്റ്റ് Z1 തന്നെയാണ്. ഐഷർ പുറത്തിറക്കിയ സ്റ്റാർ ലൈൻ ഈ ഒരു രൂപഭംഗിയിലൊന്നുമല്ല വരുന്നത്. ഒരു പെർട്ടിക്കുലർ ഇൻബിൽഡ് ബോഡി, ആ ഒരു സ്റ്റാൻഡേർഡിൽ മാത്രം ഇറങ്ങുന്ന ഒരു ബോഡിയാണ്. ഈ വാഹനത്തെ ഇത്ര മനോഹരമാക്കിയത് പെരുമ്പാവൂരുള്ള ബെൻസ് ബോഡി വർക്ക്സ് ആണ്. പ്രധാനമായിട്ടും Z1ൻ്റെ ആ ഒരു അട്രാക്റ്റീവായിട്ട് വരുന്ന കാര്യം ഈ ഒരു ഹെഡ്ലൈറ്റ് പോർഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു പോർഷൻ അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മുകളിൽ 2 ഹെഡ്ലൈറ്റും അടിയിലൊരു ഹെഡ്ലൈറ്റും അതിൻ്റെ ആ ഒരു കർവേച്ചറും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഹുഡായാലും ഓപ്പണബിൾ ഗ്രില്ലായാലും ഫിക്സഡ് ഗ്രില്ലും ഓൾമോസ്റ്റ് Z1ൻ്റെ പെർഫെക്റ്റ് റെപ്ലിക്ക എന്ന് തന്നെ പറയാം. സാധാരണ നമ്മൾ ഫ്രണ്ടിൽ ഒരു ഫ്യൂഷൻ്റെ ക്രാഷ് ഗാർഡ് കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും. പക്ക Z1 തന്നെ, ഒരു മാറ്റവുമില്ല. അപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ ആദ്യം എടുത്തു വരേണ്ടത് ഈ വീലാർച്ചാണ്. അപ്പോൾ സ്റ്റാർ ലൈൻ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഈ ഒരു ടൈപ്പ് വീലാർച്ചല്ല സ്റ്റാർ ലൈൻ വരാറുള്ളത്. പ്ലെയിൻ ടൈപ്പ് ആയിരിക്കും. നിങ്ങൾ ഏത് ഇൻബിൽഡ് ബോഡി, അതായത് ഏത് കമ്പനി ബോഡി എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള വീലാർച്ചൊന്നും നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. ഇത് കൂടുതലായും പ്രകാശ് വണ്ടികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു വീലാർച്ചാണ്. ഇത് ഇവർ മോഡിഫൈ ചെയ്തതായിരിക്കും. ഇപ്പോൾ ഫ്രണ്ട് ഓവർ ഹാങ് കുറവായത് കൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ടൂറിസ്റ്റ് ബസ് കാണുന്ന പോലെ ഫ്രണ്ട് ടയറിന് മുന്നോടിയായിട്ട് ഡോർ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്രണ്ട് ടയറിന് പിന്നിലായിട്ടാണ് ഇവിടെ ഡോർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ന്യൂമാറ്റിക്കലി കൺട്രോൾഡ് ഡോറാണ്, അതായത് നമ്മുടെ വാക്യൂം ഉപയോഗിച്ചിട്ടാണ് ഈ ഡോർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 3515 mm ആണ്. ഇപ്പോൾ വീൽ ബേസ് എല്ലാവർക്കും അറിയായിരിക്കും. ഫ്രണ്ട് ടയറിൻ്റെയും ബാക്ക് ടയറിൻ്റെയും സെൻറ്ററിൽ നിന്നുള്ള മെഷർമെൻറ്റിനെയാണ് വീൽ ബേസ് എന്ന് പറയുക. കൂടാതെ ഈ വണ്ടി ഓവറോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 6629 mm ആണ് ഓൾ ഓവർ ലെങ്ത്ത് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഓവർ ഹാങ് 1005 mm ആണ്. അപ്പോൾ ഇത്രയും ചെറിയൊരു ഫ്രണ്ട് ഓവർ ഹാങ്ങിൽ ഒരിക്കലും നമുക്കൊരു ഫ്രണ്ട് ഡോറെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണ ഇൻബിൽഡ് ബോഡികൾ, അതായത് കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്ന ബസ്സുകൾക്ക് ക്വാർട്ടർ ഗ്ലാസ് പൊതുവെ കാണാറില്ല. ഈ ഒരു സിംഗിൾ ഗ്ലാസ് ആയിട്ടാണ് കൂടുതലായും വരാറുള്ളത്. ക്വാർട്ടർ ഗ്ലാസ് ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് ഈ വണ്ടിയെ കുറച്ചും കൂടി സൈഡിൽ നിന്നും അട്രാക്റ്റീവ് ആക്കുന്നതും ഈ ക്വാർട്ടർ ഗ്ലാസ് തന്നെയാണ്. പാസഞ്ചേഴ്സിന് കറക്റ്റ് ഉള്ളിലേക്ക് എയർ സർക്കുലേഷനും കാറ്റും കിട്ടുന്നതിന് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള 2 സ്ലൈഡിങ് ഗ്ലാസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐഷർ സ്റ്റാർ ലൈനിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 750/16 ആണ്. അപ്പോൾ വളരെ ചെറിയ ടയറാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് യാത്രാ സുഖങ്ങളും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് എന്തായാലും ഉണ്ടാവും. ഈ വണ്ടിയുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് ആണ്. ഫ്രണ്ടായാലും ബാക്കായാലും ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു യാത്രാ സുഖമൊക്കെ ഈ വാഹനത്തിൽ കിട്ടും. ഈ വണ്ടിയുടേത് എയർ ബ്രേക്സ് ആണ്. അപ്പോൾ എയർ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് എയർ സസ്പെൻഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യാം. ഫ്രണ്ട് പ്രൊഫൈൽ നമ്മൾ കണ്ടു, പക്ക Z1 ആണ്. പക്ഷെ നമ്മൾ റിയർ പ്രൊഫൈലിലോട്ടേ വരുമ്പോഴേക്കും നമുക്കൊരു സ്കാനിയുടെ ടച്ചാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റാർ ലൈനിൽ വരുന്ന റിയർ ഗ്ലാസ് തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്കാനിയ മെട്രോ ലിങ്കിൻ്റെ ആ ഒരു ഡിസൈനാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ബസ്സുകളിലെല്ലാം എമർജൻസി എക്സിറ്റ് കമ്പൽസറി ആണ്. അപ്പോൾ ഇതിലും എമർജൻസി എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഫുള്ളി ടൈപ്പ് തന്നെ പറയാം. അടിയിൽ നമുക്ക് ചവിട്ടി കയറാനുള്ള ഒരു സ്റ്റെപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എമർജൻസി എക്സിറ്റിൻ്റെ വർക്കിംഗ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും തുറക്കാൻ സാധിക്കും. ഈ ഗ്ലാസ് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നൊരു ലിവർ ഉണ്ട്, അത് വെച്ചും തുറക്കാം. പിന്നെ ഉള്ളിലും ഇതേ സെയിം സിസ്റ്റമാണ്, അങ്ങനെയും തുറക്കാം. അപ്പോൾ എമർജൻസി സിറ്റുവേഷൻ, വണ്ടി മറിയുക അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ അപ്പുറത്തെ, അതായത് നമ്മുടെ പാസഞ്ചർ ഡോർ സൈഡ് കൂട്ടിയാണ് മറിയുന്നതെങ്കിൽ നമുക്ക് ഈ ഡോർ ഉപയോഗിച്ച് പുറത്ത് കിടക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എമർജൻസി എക്സിറ്റ് എല്ലാ വണ്ടികളും കമ്പൽസറിയായി വെക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 ലിറ്റർ ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി 19 പാസഞ്ചറും പ്ലസ് ഒരു ഡ്രൈവറുമാണ്. അപ്പോൾ ടോട്ടൽ 20 സീറ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ ഇത്രയും ആളുകളെ കൊണ്ട് യാത്ര ചെയ്യുന്ന വണ്ടിക്ക് 100 ലിറ്റർ ഡീസൽ കപ്പാസിറ്റിയാണ് ഐഷർ കൊടുത്തിരിക്കുന്നത്. ഇനി പറയാനുള്ളത് ഡ്രൈവർ ഡോറിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ, അതായത് ഈ ഡ്രൈവർ ഡോറിൻ്റെ ഡിസൈൻ തന്നെ ഏകദേശം നമുക്ക് TVS, അതായത് ഗ്ലോബൽ TVSൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയായിട്ട് വളരെയേറെ സാമ്യമുണ്ട്. പൊതുവെ ഗ്ലോബൽ TVSലാണ് ഇത്രയും നീളത്തിലുള്ള ഡോറൊക്കെ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഗ്ലോബൽ TVS കൂടുതലായിട്ടും നിർമ്മിക്കുന്ന സ്കൂൾ ബസ്സും സ്റ്റാഫ് ബസ്സും ഒക്കെ കൂടുതലായിട്ടും ഗ്ലോബൽ TVS നിർമ്മിച്ചിരുന്നു. ആ ഒരു നിർമ്മിതിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയും ഫ്രണ്ട് ഡോർ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്രണ്ട് ഡോറാണ്. പക്ഷേ ഗ്ലോബൽ TVSൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഈ നമ്മുടെ റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് ഏകദേശം ഒറ്റ നടുക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് അവർ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഡ്രൈവർക്ക് എപ്പോഴും പിൻവശത്തേക്കുള്ള വ്യൂ വളരെയധികം വെട്ടിക്കുറക്കുന്ന രീതിയിലുള്ളൊരു ഫിറ്റിംഗ് ആണ് ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഇതിനുപരി ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മിറേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 7.4 ടണ്ണാണ് ഈ വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഓടിക്കുന്നതിന് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് മതിയാവും, ഹെവി ലൈസൻസ് ആവശ്യമില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എൻജിൻ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തത് ഐഷർ തന്നെയാണ്, അതായത് വോൾവോ ഐഷർ. അപ്പോൾ ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി, അതായത് CC എന്ന് പറയുന്നത് 3298 ആണ്. പിന്നെ ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 105 HP, അതായത് ഹോഴ്സ് പവർ ആണ്. പിന്നെ ടോർക്ക് 350 ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക്. അപ്പോൾ ഈ വാഹനത്തിന് ടോട്ടൽ 6 സ്പീഡ് ഉണ്ടെന്ന് പറയാം. അതായത് ഗിയേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 6 സ്പീഡ് സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 5 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയറുമാണ് ഈ വാഹനത്തിനുള്ളത്. കൂടാതെ ഇതിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ലിങ്കേജസ് ഉപയോഗിച്ചിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് അല്ല, ഇത് കേബിൾ സിസ്റ്റമാണ്. അപ്പോൾ കറക്റ്റ് പാറ്റേണിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ സെലക്ടർ കേബിളും ഷിഫ്റ്റ് കേബിളും പെട്ടെന്ന് തകരാറിലാവും. അപ്പോൾ ഡ്രൈവേഴ്സ് നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം ഗിയർ ഷിഫ്റ്റിങ്ങിനെ പറ്റി. കൂടാതെ ഇത് ഫുള്ളി സെൻസറിൽ വർക്ക് ചെയ്യുന്നത്, അതായത് ഒരുപാട് സെൻസേഴ്സിലും ആക്ച്വേറ്റേഴ്സിനും വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഡ്രൈവേഴ്സ് അതിൻ്റെതായ കെയർ കൊടുത്താൽ മാത്രമേ ഈ വാഹനത്തിൽ നിന്നുള്ള മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ഇതിൻ്റെ എൻജിൻ വർക്കിംഗ് സൗണ്ടും ആക്സലേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിലയിരുത്താം. വളരെ ഒരു സൈലന്റ് വർക്കിംഗ് ഉള്ള ഒരു എഞ്ചിനാണ്. പക്ഷെ നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്ന സമയം ഒരു എന്താ പറയുക, നമ്മുടെ സിംഹത്തിന്റെ ഗർജനം എന്ന് പറയുന്ന പോലെ ആ ഒരു പവർ നമുക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ കുഞ്ഞ വണ്ടി എന്നൊന്നും നമ്മൾ സങ്കല്പിക്കണം, പക്ഷെ ആരുടെയും കൂടെ ഈ വണ്ടി ഓടി എത്തുന്നുള്ള യാതൊരു സംശയമില്ല. ആ ഒരു വർക്കിംഗ് സൗണ്ടിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. പിന്നെ ഒരുപാട് സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ ഈ ആക്സസറീസിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ലൈറ്റ്സ് ആണ്. അതിപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ ഇത് നമ്മുടെ പാസഞ്ചർ എയർ ഡോർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ കൺട്രോളിങ് ലിവറാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഡോർ തുറക്കുന്നതും അടയ്ക്കുന്നതും ഒക്കെ. പിന്നെ ഇന്ന് റോഡുകളിൽ വളരെയധികം ആക്സിഡൻസും മറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ വണ്ടിയെ തട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും വലിയ വണ്ടിയുടെ മേലാണ് എപ്പോഴും പഴിചാറുന്നത്, അല്ലെങ്കിൽ അവരാണ് കുറ്റക്കാരെന്ന് സ്വയമേ വിധിക്കാറാണ് പതിവ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു CC ക്യാമറ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതും ഈ CC ക്യാമറ തന്നെയായിരിക്കും. ഇതിൽ റിവേഴ്സ് ക്യാമറയും ഉണ്ട്. അപ്പോൾ റിവേഴ്സ് ക്യാമറയുടെ മോണിറ്ററാണിത്. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയം നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഈ വണ്ടി AC ഉണ്ട്, AC ഫിറ്റഡ് ആണ്. അപ്പോൾ AC ചെയ്തിരിക്കുന്നത് ജിങ്കി AC ആണ്. അപ്പോൾ അതിൻ്റെ ACയുടെ കൺസോളാണിത്. അപ്പോൾ നമുക്കിതിൽ നിന്നും ഓൺ ഓഫ് ടെമ്പറേച്ചർ കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്നാണ് ചെയ്യുന്നത്.
ഈ വാഹനത്തിൽ നല്ല അടിപൊളി ഓഡിയോ സിസ്റ്റമാണുള്ളത്. അത് ചെയ്തിരിക്കുന്നത് ഡെസിബൽ ഓഡിയോസ് വടകരയാണ്. അപ്പോൾ അവരുടെ വർക്കിൻ്റെ ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ ക്യാബിനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഡിയോ സിസ്റ്റത്തിൻ്റെ ആ ഒരു സെറ്റിങ്സ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ എക്സ്റ്റീരിയർ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. നമുക്ക് പെനിയർ ഹോളിഡേയ്സിൻ്റെ 1960 സ്റ്റാർ ലൈനിൻ്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്റീരിയർ പോർഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ അതേ ഫീൽ, അതായത് ഒരു 49 പ്രകാശ് ടൂറിസ്റ്റ് ബസ് അല്ലെങ്കിൽ ഓജസിൽ ചെയ്ത ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ അതേ ഫീൽ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇതിപ്പോൾ AC ഇട്ടിട്ടാണുള്ളത്, നല്ല കൂളിംഗ് ഉണ്ട്. ജിഗിയുടെ AC വളരെ പെർഫെക്റ്റ് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം, നല്ല കിടിലം കൂളിംഗ് ആണ്. പക്ഷേ ഈ വണ്ടി കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുന്നത് ഈ റെക്സിനാണ്. നമ്മളൊരു അത്യാവശ്യം ഒരു നൈറ്റ് ഒരു ആംബിയൻസ് ലൈറ്റൊക്കെ ഇടുന്ന സമയം നല്ലൊരു വിഷ്വൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ റെക്സിൻസിന് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് സീറ്റ്സ് ആണ്. സീറ്റ്സ് വളരെ കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാലും മറ്റൊരാൾക്ക് ഇരിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. അത്യാവശ്യം നല്ല ഇൻക്ലൈൻഡ് പൊസിഷനിലുള്ള സീറ്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ലോങ് ജേർണി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഒരു കുറച്ച് സമയം ഇരുന്നാൽ തന്നെ അറിയാതെ ഉറങ്ങിപ്പോവും. അത്രയ്ക്ക് കിട്ടുന്ന സീറ്റ് തന്നെയാണ് ഇത്. പിന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യം ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല, കാരണം വീൽ ആർച്ചിൻ്റെ ഒരു പോർഷൻ വരുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ലെഗ് സ്പേസിൻ്റെ കേസ് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. ഞാൻ മുമ്പിലത്തെ സീറ്റിൽ ഇരുന്നിട്ട് ലെഗ് സ്പേസ് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ സീറ്റ്സിൻ്റെ കംഫർട്ടിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് ലെഗ് സ്പേസിനെ പറ്റിയാണ്. നല്ല ലെഗ് സ്പേസ്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പുഷ് ബാക്ക് സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ മുമ്പിൽ ഇരിക്കുന്ന ആൾ ഫുൾ ഇൻക്ലൈൻഡ് ആയി വന്നു കഴിഞ്ഞാലും നമുക്ക് മാന്യമായ ഒരു ലെഗ് സ്പേസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ളിൽ അത്രയ്ക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഈ സ്റ്റാർ ലൈനിനുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് ബെൻസ് ബോഡി വർക്ക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ പ്രകാശ് ടൂറിസ്റ്റ് ബസ്സിൽ കണ്ടുവരുന്ന സെയിം ടൈപ്പ് ഹാഡ് ട്രാക്ക് ആണ്. ഇതിനെ നമ്മുടെ ബസ് ബോഡി മേഖലകളിൽ ഇതിനെ ഹാഡ് ട്രാക്ക് എന്നാണ് പറയുന്നത്. ലഗേജ് കാരിയർ ബെർത്ത് എന്നൊക്കെ നമ്മൾ ലോക്കലായിട്ടും പറയും. പ്രകാശിൽ കണ്ടുവരുന്ന സെയിം ടൈപ്പ്, മാറ്റങ്ങളൊന്നും പറയാനില്ല. ഈ ഒരു ബെൻഡായാലും ശരി, AC ഡക്റ്റ്, നമ്മൾ ഈ സമൂസ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് എല്ലാം സെയിം തന്നെയാണ്. കൂടാതെ നമ്മൾ പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വർക്ക്. അപ്പോൾ റൂഫിൽ നമ്മൾ ഈ സ്റ്റീലിനെ കൊണ്ട് ചെയ്തിട്ടുള്ള വർക്ക് പൊതുവെ പ്രകാശ് വണ്ടികൾ കണ്ടുവരുന്നതാണ്. ഈ ചെറിയ വണ്ടി വളരെ ഭംഗിയായിട്ട് ഈ സ്റ്റീൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല കിടിലം പോലത്തെ ഫിഷ് ലൈറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്ത് ഈ വൈറ്റ് ലൈറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലൊരു പാർട്ടി ആംബിയൻസ് തീർച്ചയായും ലഭിക്കും. ഒരാൾക്ക് മാന്യമായി നടന്നു പോകാനുള്ള ഒരു ഗാങ് വേ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിവേഴ്സും പോയി കാണിച്ചു തരാം. ഒരാൾക്ക് മാന്യമായിട്ട് നടന്നു പോകാനുള്ള ഒരു ഗാങ് വേ ഉണ്ട്. ഗാങ് വേ കൂട്ടുവാൻ വേണ്ടിയിട്ട് സീറ്റിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് നടക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ ഗാങ് വേയിൽ ഉപരി പാസഞ്ചേഴ്സിന്റെ കംഫർട്ടാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ സ്ലൈഡിംഗ് ഗ്ലാസിന്റെ സെപ്പറേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ഒരു സ്റ്റീൽ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രകാശായാലും ശരി, ഓജസ് ആയാലും ഏത് ബോഡി ബിൽഡർ ആയാലും ഈ ഒരു പോർഷനിൽ പൊതുവെ ഒന്നെങ്കിൽ നമ്മുടെ ACP ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റീലിന്റെ വർക്കാണ് പൊതുവെ ചെയ്യാറുള്ളത്. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഇവിടെയും സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് ഭാഗമായിട്ടാണ് ഇവർ ഫിക്സ് ചെയ്തിട്ടുള്ള വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റത്തിന്റെ പാനിക് ബട്ടണാണ്. അപ്പോൾ വണ്ടിയുടെ യാത്രാമധ്യേ പാസഞ്ചർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിൽ ഈ ഹെൽപ്പ് വേണ്ട ആളിന് കറക്റ്റ് സമയത്ത് സഹായം എത്തിക്കാൻ പറ്റുമെന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവകാശപ്പെടുന്നത്. അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും അല്ലെങ്കിൽ എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം. അതായത് യാത്രക്കാർ ദൂര യാത്രകളാണ് കൂടുതലായിട്ടും പോവുക. അപ്പോൾ അവർക്കൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് മ്യൂസിക്കും പിന്നെ വിഷ്വൽസും ആണ്. വിഷ്വൽസ് എന്ന് വെച്ചാൽ ഒരു വീഡിയോ സോങ്ങും അല്ലെങ്കിൽ ഒരു ആരുടെയെങ്കിലും ഇന്റർവ്യൂ അല്ലെങ്കിൽ സിനിമ, അങ്ങനെ വിഷ്വലായിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ടി വി. അപ്പോൾ ഈ വാഹനത്തിലുള്ളത്, അതായത് നമ്മുടെ പിനേറിന്റെ 19 സീറ്റ് സ്റ്റാർ ലൈനിലുള്ളത് ആൻഡ്രോയിഡ് ടി വിയാണ്. 32 ഇഞ്ച് ആൻഡ്രോയിഡ് ടി വിയാണ്. അപ്പോൾ നമുക്കിത് ആൻഡ്രോയിഡ് ഫോണായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. ഒരു പാസഞ്ചർക്ക് കൊടുക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണത്. എല്ലാവർക്കും ഐഷർ സ്റ്റാർ ലൈൻ 20 സീറ്ററിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വാഹന രംഗത്തെ മറ്റ് പുത്തൻ വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.